പ്രിയമുള്ള തൊഴിൽ അന്വേഷകരെ, നിങ്ങൾക്കുള്ളൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നിങ്ങളെല്ലാം സ്റ്റാഫ് സെലക്ഷൻ്റെ പരീക്ഷ എഴുതുന്ന ആൾക്കാരായിരിക്കുമല്ലോ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അത് സെലക്ഷൻ രീതിയിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. അതിലിതാ വെയിറ്റിംഗ് ലിസ്റ്റ് ആൻഡ് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം 2026 മുതൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആരംഭിക്കുകയാണ്. ഈ സംവിധാനം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് രണ്ട് ഓപ്ഷൻസ് അവർ തരും. ഒന്ന് ഫിക്സ് ഓപ്ഷനും രണ്ടാമത്തെ ഫ്ലോട്ട് ഓപ്ഷൻ. ഈ ഫിക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കാൻഡിഡേറ്റ് കൺഫേംസ് ദാറ്റ് ദേ വിൽ ജോയിൻ ദ അലോട്ടഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ഷൻ കിട്ടിയ ആൾക്കാർ പറയാണ് ഐ ആം വില്ലിംഗ് ടു ജോയിൻ, ഐ ആം റെഡി ടു ജോയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായും ആ സർവീസിൽ ജോയിൻ ചെയ്യും എന്നർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫ്ലോട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ദി കാൻഡിഡേറ്റ് വിഷസ് ടു വെയിറ്റ് ഫോർ എ ബെറ്റർ ഓർ ഡിഫറെന്റ് പോസ്റ്റ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. വേറെ മറ്റ് പല ടെസ്റ്റുകളും എഴുതിയിട്ടുണ്ടാവും. അത്തരം ടെസ്റ്റിൽ ഇതിനേക്കാൾ സ്കെയിൽ കൂടിയ അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ കൂടിയ പോസ്റ്റുകളിലേക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ടാവാം. അത് കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർ ഇത് വേണ്ടാന്ന് വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഫ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. നമ്മൾ ഒരിക്കൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വേക്കൻസികൾ ഓപ്പൺ വേക്കൻസി ആയിട്ട് പരിഗണിച്ചുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് പരിഗണന കൊടുക്കുന്ന ഒരു സംവിധാനമാണിത്. ഓക്കെ, ഉദാഹരണത്തിന് 100 ആൾക്ക് പോസ്റ്റിംഗ് ഓർഡർ കൊടുത്തു. ഈ 100ൽ 40 ആള് ഈ പറഞ്ഞ ഫ്ലോട്ട് ഓപ്ഷനും 60 പേര് ഫിക്സ് ഓപ്ഷനും കൊടുത്തു വയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും 40 ഓപ്പൺ വേക്കൻസിയിൽ വരും. ഈ വരുന്ന ഓപ്പൺ വേക്കൻസികളിലേക്ക് നേരത്തെ തീരുമാനിച്ചിരുന്ന കട്ട് ഓഫ് മാർക്ക് കുറെ കൂടെ ലോവർ ചെയ്ത് 101 മുതൽ 140 വരെയുള്ള ആൾക്കാർക്ക് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്ക് ലിസ്റ്റ് മോഡിഫൈ ചെയ്യും. അവർക്കും നിയമന ഉത്തരവ് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ആണെങ്കിൽ ഈ 40 വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കേണ്ടതാണ്. ഇങ്ങനെ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് പുതുതായി ഈ പറഞ്ഞ നിയമന ഉത്തരവ് കൊടുക്കും. ഓക്കെ, ഇനി അതിലും കുറെ ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്ന ഫിക്സ് ഓപ്ഷനും അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഫ്ലോട്ട് ഓപ്ഷനും എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലും ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണ്ടും റാങ്ക് ലിസ്റ്റ് ലോവർ ചെയ്യും. വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് വീണ്ടും കുറെ ആൾക്കാർക്ക് കൂടി നിയമനം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാണ് പുതിയ സംവിധാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ വളരെ ചെറിയ മാർക്ക്, ഫ്രാക്ഷൻസ് ഓഫ് മാർക്കിന്റെ കുറവ് കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരാതിരുന്ന ആൾക്കാർക്ക് ഒരു സാധ്യത ഉണ്ടാക്കി തരുന്ന ഒരു പുതിയ സംവിധാനമാണ് ഈ പറഞ്ഞ വെയിറ്റിംഗ് ലിസ്റ്റ് ആൻഡ് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് സിസ്റ്റം എന്ന് പറയുന്ന പുതിയ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സംവിധാനം. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. എത്രയും വേഗം ഒരു സർക്കാർ ഉദ്യോഗം കിട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷസ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.